രാഹുൽ മാങ്കൂട്ടം പോലീസ് കസ്റ്റഡിയിലാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേനാണ് കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ, ഇന്നും, നാളെയും. 16-ാം തീയതി അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കും. 3 ദിവസത്തെ രാഹുലിനെ കസ്റ്റഡി വാങ്ങിച്ചുള്ള അന്വേഷണം പൂർത്തിയായി. രാഹുലിനെ പാലക്കാട് കൊണ്ടുപോയി ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന് SIT എന്നാണ് ആ പോലീസ് ടീം കരുതുന്നത്. കാരണം പാലക്കാട് മുറിയിൽ നിന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ മുറി പൂട്ടി പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ആ മുറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എടുക്കാൻ അനുവദിച്ചില്ല പോലീസ്. ആ മൊബൈൽ ഫോൺ ഇപ്പം ആ DYSP, ഷൊർണൂർ DYSP അത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രാഹുലിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഏതായാലും ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവല്ലയിൽ കൊണ്ടുപോയി തിരുവല്ല ക്ലബ്ബ് 7 എന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആ ഹോട്ടലിലെ 408-ാം നമ്പർ മുറിയിലാണ് അതിജീവിത മുറിയെടുത്ത് അവരുടെ അഡ്രസ്സിൽ തന്നെയാണ്. പക്ഷേ ആ മുറിയിൽ രാഹുൽ BR എന്നും എഴുതി ചേർത്തിട്ടുണ്ട് ആ മുറിയുടെ രജിസ്റ്ററിൽ. ഏതായാലും SITയുടെ ഒരു കമൻറ്റ് വരുന്നുണ്ട്, ഇമെയിൽ വഴി കേസെടുത്തതിൽ നിയമപ്രശ്നമൊന്നുമില്ല എന്ന്. നിയമപ്രശ്നം കേസെടുത്തതിനില്ല. പക്ഷെ കേസെടുത്തതിന് ശേഷം ഒരു കാര്യം കൂടെ ആ നിയമത്തിൽ പറയുന്നുണ്ട്. 3 ദിവസത്തിനകം ആ പരാതിക്കാരി മൊഴി നേരിട്ട് പോലീസിന് കൊടുത്തിട്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കണം. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കണം അവരെ മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ സാന്നിധ്യം വേണം. വിദേശത്തുള്ള ആ അതിജീവിത തീർച്ചയായിട്ടും കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഇമെയിൽ അയച്ച ആ പരാതി ഇൻവാലിഡ് ആവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരിവിടെ വന്ന് 3-ാം ദിവസം തന്നെ അതിന് അങ്ങനെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും 3-ാം ദിവസം തന്നെ അവർ മൊഴി കൊടുത്ത് ഒപ്പിട്ട് പോലീസിന് കൊടുക്കണം. അതെന്തായാലും ഉണ്ടായിട്ടില്ല. അപ്പം അത് ഇൻവാലിഡ് ആകും എന്നാണ് ഞാൻ കരുതുന്നത്. 3 ദിവസത്തിന് ശേഷം അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് അത് വീഡിയോഗ്രാഫും കൂടെ ചെയ്യണം. അത് കൃത്യത വേണം അതിന്. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നിയമപ്രശ്നം ഇല്ല എന്ന് SIT പറയുന്നെങ്കിലും ഇമെയിൽ പരാതി അയക്കുന്നതിന് നിയമപ്രശ്നമില്ല. അത് അയക്കാൻ ആർക്കും വേണം. പക്ഷേ 3-ാം ദിവസം അവർ ലോകത്തിലെവിടെയായാലും ശരി 3-ാം ദിവസം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ കേസെടുത്തയാളുടെ മുമ്പിൽ വന്ന് മൊഴി കൊടുക്കണം. അത് അവർക്ക് അറിയണമെന്ന് നിർബന്ധം. പക്ഷേ പോലീസ് ധൃതി പിടിച്ച് ആ ഇമെയിൽ അവർ വന്നിട്ട് മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് നേരത്തെ കയറി രജിസ്റ്റർ ചെയ്തത്? അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പേര്. നിയമത്തെ വ്യതിചലിച്ചാണ് പോലീസ് അതിനകത്ത് സഞ്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള എളുപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. 2024 ഏപ്രിൽ 8 ബുധനാഴ്ചയാണ് ആ മുറി എടുത്തിരിക്കുന്നത്. ആ മുറിയിൽ ഒരു പെൺകുട്ടി തന്നെയാണ് മുറി എടുത്തിരുന്നെങ്കിൽ അതിൽ എന്തുകൊണ്ടാണ് രാഹുൽ BR എന്ന് എഴുതി ചേർത്തതെന്നറിയില്ല. ആ പെൺകുട്ടി 408-ാം നമ്പർ മുറിയിൽ ഇന്ന് രാവിലെ രാഹുലിനെ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി അദ്ദേഹത്തിനെ തിരിച്ച് അന്വേഷണം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ആ ജോലി തീർന്നു മടങ്ങി പത്തനംതിട്ട AR ക്യാമ്പിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷിതത്വം പോലീസ് കസ്റ്റഡി ആവശ്യമായതുകൊണ്ടാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. ഏതായാലും പോലീസ് ചോദ്യം ചെയ്യൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. അന്വേഷണം പാലക്കാട്ടോട്ട് കൊണ്ടുപോകുന്നില്ല. അത് ഇന്നലെ കസ്റ്റഡി വാങ്ങിച്ച് ഇന്നലെ, ഇന്ന്, നാളെ കൂടെ ഉള്ളൂ. 16-ാം തീയതി അദ്ദേഹം ജാമ്യത്തിൻ്റെ കാര്യം പരിഗണിക്കണം. കോടതിയിലെ അന്വേഷണം പൂർത്തിയാക്കി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി കൊടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡി വെക്കേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെ കസ്റ്റഡി കൊടുക്കുകയും ചെയ്തു. പിന്നീട് എന്തിനാണ് അദ്ദേഹത്തിനെ ഡീറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം? ഇനി പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കേണ്ട ജോലിയാണ്. പക്ഷേ ഈ ഒരു കേസിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് പോലീസ് പറയുന്നു. ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അത് അദ്ദേഹം കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി പിടിക്കേണ്ടതാണ്. ഒരു പ്രതി അന്വേഷണത്തിൽ സഹകരിച്ചില്ലെങ്കിലും അത് കണ്ടെത്താത്തതിൻ്റെ ചുമതല പോലീസിനാണ്. പ്രതി കൂടെ അത് പറയണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല. പ്രതി അങ്ങനെ പറയണമെന്നുമില്ല. അന്വേഷണത്തിന് ജാമ്യം കിട്ടാൻ വേണ്ടി സഹകരിക്കും എന്ന് പറയും. സഹകരിക്കണം എന്നൊക്കെ പറയുമെങ്കിൽ, സഹകരിക്കാം എന്നൊക്കെ പ്രതി ജാമ്യം കിട്ടാൻ വേണ്ടി പറയുമെങ്കിലും ഇതിനകത്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
അങ്ങനെയുള്ള ഗ്യാരണ്ടി ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് രാഹുലിൻ്റെ കാര്യത്തിൽ അത് കൃത്യതയോടെ നിയമത്തിനകത്ത് ഒതുങ്ങി നിന്ന് നിയമത്തിൽ പറയാവുന്ന കാര്യങ്ങളൊക്കെ രാഹുൽ പറയുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് 408 നമ്പർ മുറിയിലെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അതിനകത്ത് നോക്കിയിട്ട് കണ്ടില്ല എങ്കിലും ആ ഡിലീറ്റായി പോയതായ അത് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് അന്വേഷണത്തിന് വേണ്ടി കരസ്ഥമാക്കി എന്നാണ് കരുതുന്നത്. എന്തായാലും ഇതിനകത്ത് ഒരു ജാമ്യം ലഭിച്ചാൽ തന്നെയും വീണ്ടും 4-5 കേസ് 5-6 കേസുകൾ തുടരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 കേസാണ്. പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിനെ നശിപ്പിക്കാനുള്ള ഒരു കേസ് കൊണ്ട്. കാരണം ഈ 3 കേസുകൾ ഇതുവരെ കണ്ടിരിക്കുന്നത് നിയമപരമായി ഇന്ത്യൻ BNS പ്രകാരമോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചോ നിയമപരമായ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പോകുന്നതാണ് അവരുടെ മൊഴികളും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും എല്ലാം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിയമപ്രശ്നത്തിനകത്ത് ഒതുങ്ങി നിന്നുള്ളൊരു അന്വേഷണം, അതിൻ്റെ അത് പറയുന്ന രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് അവരെ ഇമെയിൽ വന്നപ്പോൾ അവരെ വിളിച്ചു വരുത്തി ശേഷം ഇമെയിലിൽ അവരെ 3 ദിവസം FIR എടുത്താൽ 3 ദിവസം എന്ന് പറയുന്നത് അവരെ വിളിച്ചു വരുത്തിയ ശേഷം FIR എടുത്താൽ മതിയായിരുന്നു. അവിടെയൊക്കെ ചില നിയമപ്രശ്നങ്ങളും നിയമക്കുരുക്കുകളും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ ഇവിടെയുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ തന്നെ ഇമെയിൽ അയച്ചാലും 3-ാം ദിവസം നമുക്ക് മൊഴി കൊടുത്ത് അതിൽ ഒപ്പിട്ട് കൊടുക്കാമായിരുന്നു. അവിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാമായിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ വീഡിയോഗ്രാഫ് ചെയ്യുന്നതിനും അതൊക്കെ നിയമപുസ്തകത്തിൽ പറയുന്ന കാര്യമൊക്കെ ചെയ്യാം. പക്ഷേ അതൊന്നും ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. ഒരു കേസ് എടുത്തു എന്ന് മാത്രമേ പറയാൻ ഒക്കുള്ളൂ. അത് തന്നെയല്ല 2 കേസ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ളത് കൊണ്ട് അതിൽ ജാമ്യത്തിൽ നിൽക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്, എപ്പം വിളിച്ചാലും ഓടി വരാം എന്നുള്ളത്. അത് അദ്ദേഹം കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നേരെ 3ാമതൊരു കേസോ 4-ാമതോ 5-ാമതോ കേസ് എടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം വന്നേ പറ്റുള്ളൂ. 2 കേസിനകത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. ആ ജാമ്യ കണ്ടീഷനിൽ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് എപ്പം വിളിച്ചാലും ഹാജരായിക്കൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് പോലീസ് ചെയ്യാതെ അദ്ദേഹത്തിനെ രാത്രിയിലെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ബലം പ്രയോഗിച്ച് കയറി അദ്ദേഹത്തിനെ കസ്റ്റഡി എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചാൽ വരുമായിരുന്നു. അങ്ങനെയാണ് നിയമപുസ്തകത്തിലൊക്കെ പറയുന്നത്. അതെന്തായാലും പോലീസ് അന്വേഷിച്ചില്ല. ഏതായാലും പോലീസിന് ഈ കേസുകളിലൊക്കെ പരിക്കുണ്ടാകും എന്നാണ്. കാരണം നിയമത്തിൻ്റെ പരിധി വിട്ട് സഞ്ചരിച്ചതായിട്ടാണ് കാണുന്നത്. നിയമം പറയുന്നത് പോലെ തന്നെ പോലീസും മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ അതൊരു അന്വേഷണം ഫെയറായിട്ട് നടക്കുന്നു എന്ന് പൊതുജനങ്ങൾക്കും കോടതിക്കും തോന്നുകയുള്ളൂ. അതുകൊണ്ട് അതിന് വിട്ടുപോയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. അത് നിയമപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ല പോലീസ് നീങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്.